ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനം കുറവ് കിട്ടുന്ന ആൾക്കാർ വീട്ടമ്മമാരാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എതിർക്കുമോ? ആരും എതിർക്കില്ല. എന്തിനാണ് ഇവൾക്ക് ബഹുമാനം കൊടുക്കേണ്ട ആവശ്യം? വീട്ടിലെ പണി ചെയ്യുന്ന ഇവൾക്കൊക്കെ എന്തിനാണ് ബഹുമാനം എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ടായിരിക്കാം. ഞാൻ വെറും വീട്ടമ്മയല്ലേ, എനിക്ക് എന്താണല്ലേ, എനിക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്നെ എന്തിനാണപ്പോൾ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന കുറേ അമ്മമാരും കുറേ സ്ത്രീകളും ഉണ്ടാവും അല്ലേ. ഇനി വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ വൈഡായിട്ട് ചിലപ്പോൾ ചിന്തിച്ചേക്കും. പക്ഷേ അവർ ചിലപ്പോൾ വളർന്ന സാഹചര്യം അങ്ങനെയല്ല എങ്കിൽ മിക്ക സ്ത്രീകളും ഇതുപോലെ തന്നെ, എന്നെ എന്തിനാ, അപ്പോൾ എനിക്ക് എന്ത് കഴിവാണുള്ളത്, ഞാൻ വീട്ടിൽ നമ്മളുടെ അടുക്കളയിൽ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ആളല്ലേ, അപ്പോൾ എന്നെ ബഹുമാനിക്കേണ്ട കാര്യം എന്താ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും കൂടി ഞാൻ പറയാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മളുണ്ടല്ലോ, നമ്മളുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ, നമ്മൾ കുഞ്ഞു പ്രായത്തിലൊക്കെ നമുക്ക് എന്താ പറഞ്ഞുതരാം, പ്രായത്തിൽ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനിക്കണം, പൊളൈറ്റായിട്ട് സംസാരിക്കണം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പാരൻസ് പറഞ്ഞു തരും അല്ലേ. പക്ഷേ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരെ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന കറക്റ്റായിട്ടുള്ള പോയിൻ്റ് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടാവും? ഉണ്ടാവില്ല. എല്ലാവരോടും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഈ മുതിർന്നവരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യം മാത്രം. എന്നാൽ നമ്മളുടെ പ്രായത്തിൽ കുറഞ്ഞവരെയും നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. അവർക്കും വാല്യൂ ഉണ്ട്. അതായത് ഈ ലോകത്തുള്ള എല്ലാ ജീവനും അവരവരുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ മനുഷ്യന്മാരുടെ കാര്യം എടുത്തേക്കോ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചിന്തിക്കാം. കാരണം അതിനുകൂടി ചിന്തിക്കാനുള്ളൊരു എന്താ പറയുക, ഒരു കഴിവില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ ചുറ്റും കാണുന്നത് അല്ലേ. നമ്മളുടെ കുഞ്ഞിനെ പോലും നമ്മൾക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അത് കൊടുത്താൽ മാത്രമേ നമുക്കത് ആത്മാർത്ഥമായിട്ട് തിരിച്ചു കിട്ടൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. മുൻപ് നമ്മളെ പ്രായത്തിൽ മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കേണ്ടെന്നല്ല, പക്ഷേ ഇന്ന് നമുക്കെല്ലാവരും ബഹുമാനിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ അവരവരുടെ പ്രവൃത്തിയാണ് ബഹുമാനിക്കേണ്ടത്. അത് ഇനി ആണെന്നില്ല, പെണ്ണെന്നില്ല, വലുതെന്നില്ല, ചെറുതെന്നില്ല, ആരൊന്നുമില്ല. നമുക്ക് ബഹുമാനിക്കേണ്ട ആൾക്കാർ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആരുടെ സ്വഭാവം, അവരുടെ സ്വഭാവത്തിലെ മഹിമ കാണുന്നു അവരെ ബഹുമാനിക്കുക എന്നതാണ് ഞാനിപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ ചിന്തിച്ച്, നമ്മളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം അങ്ങനെയാണ് കേട്ടോ. മുതിർന്നവരാണ് അവർ പറയുന്നത് എല്ലാം ശരിയാണെന്നല്ല, നമ്മൾ ധിക്കരിക്കണം എന്നും അല്ല ഇതുകൊണ്ട് പറയുന്നത്. ശരിയും തെറ്റും അത് ഓരോ കാലഘട്ടത്തിലും ചില കാര്യങ്ങൾക്കും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, ഓരോരുത്തരുടെ വ്യൂ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലവർക്ക് എല്ലാം സാക്രിഫൈസ് ചെയ്തിരിക്കുന്ന ഒരു പെണ്ണ്, ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പെണ്ണ് എന്നുള്ള ഒരു കോൺസെപ്റ്റായിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവുക. അതിന് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ട്, എനിക്ക് പുറത്ത് പോയി ജോലി എടുക്കണം, എനിക്ക് എൻ്റെതായ കാലിൽ നിൽക്കണം, എൻ്റെ പാരൻസിനെ എനിക്ക് നോക്കണം, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തെറ്റുകാരിയാണെന്ന് വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനസ്സിലായില്ലേ? ഇതാണ് കാരണം. ഈ തെറ്റ് ശരി എല്ലാം ഓരോരുത്തരുടെയും കണ്ണിലാണ്. ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു വീട് ഭംഗിയായി കൊണ്ടുപോകുന്നത് ആ വീട്ടിലെ വീട്ടമ്മയാണെന്ന് ഞാൻ പറഞ്ഞാൽ കുറേ പേര് ഇപ്പം ചാടിക്കടിക്കാൻ വരുമെന്ന് എനിക്കറിയാം. പക്ഷേ അതാണ് സത്യം. നിങ്ങളുടെ വീട്ടിലെ നമ്മളുടെ പാരൻസിൻ്റെ കാര്യം നോക്കിക്കോ. നമ്മൾ അച്ഛൻ ഒരു ദിവസം വയ്യാതിരിക്കുമ്പോഴും നമ്മളുടെ വീട്ടിലെ അമ്മ ഒരു ദിവസം വയ്യാതിരിക്കുമ്പോഴും മൊത്തം നിലച്ചു പോകുന്ന ഒരു വീട്ടിലെ കാര്യങ്ങൾ മൊത്തമായിട്ടൊന്ന് അട്ടിമറിയുന്ന ഒരവസ്ഥ ആർക്ക് വയ്യാണ്ടിരിക്കുമ്പോഴാണ് ഉണ്ടാവുക? തീർച്ചയായിട്ടും നമ്മുടെ അമ്മക്ക് വയ്യാതിരിക്കുമ്പോഴായിരിക്കും. അച്ഛന് വാല്യൂ ഇല്ല, അമ്മക്ക് വാല്യൂ കൂടുതലാണ് എന്നല്ല ഞാൻ ഇതുകൊണ്ട് പറയുന്നത്. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തുന്ന ഒരാൾ നമ്മുടെ അമ്മയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ ആയിരിക്കും, എന്തായാലും ഒരു സ്ത്രീ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പം തീർച്ചയായിട്ടും അവരും ബഹുമാനം അർഹിക്കുന്നുണ്ട് മറ്റാരെക്കാളും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക. ഞാനിത് സംസാരിക്കുന്നത് എല്ലാ അമ്മമാരും ഇത് അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മമാരോട് ഇനി പറയാനുള്ളത്, അല്ലെങ്കിൽ ഭാര്യമാരോട് ഇനി പറയാനുള്ളത്, നിങ്ങളുടെ കാഴ്ചപ്പാട് അതും കുറച്ച് വൈഡായിട്ടുള്ളത് തന്നെ ആയിരിക്കണം. അല്ലാതെ സ്വാർത്ഥമായി ചിന്തിക്കുക, സ്വാർത്ഥമായി മാത്രം പ്രവർത്തിക്കുക. സ്വാർത്ഥത എന്ന് ഉദ്ദേശിക്കുന്നതുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ നമ്മളുടെ വീട്ടിലെ സമാധാനം കംപ്ലീറ്റ് ആയിട്ട് കളയുന്നത് ചിലപ്പോൾ ഒരാളായിരിക്കും. അപ്പോൾ അത് തിരുത്തി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഫാമിലി സന്തോഷമായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ചുവടുവയ്പ്പും എനിക്ക് തോന്നുന്നു ഇത് സ്ത്രീകൾ ചിന്തിച്ചാൽ തന്നെ പല വീട്ടിലും പല പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതോടൊപ്പം പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, നമ്മളുടെ ശത്രുക്കളെ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത് എന്നുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ശത്രുക്കളെ നമ്മൾ ചിലപ്പോൾ ഉണ്ടല്ലോ മാറ്റി നിർത്തി അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മളുടെ ലൈഫിന് തന്നെ ആപത്ത് എന്ന് തോന്നുന്നവരെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അല്ലാത്തവരെ ഉണ്ടല്ലോ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ഈ വെറുപ്പ് സൂക്ഷിക്കും തോറും നമ്മളുടെ ശരീരവും വല്ലാതെ ഡിസ്റ്റർബ് ആകുന്നു എന്നൊരു സത്യമുണ്ട്.
ഞാനുണ്ടല്ലോ എൻ്റെ ലൈഫിൽ ഞാൻ എന്നെ ഒരു പരിധിക്കപ്പുറം ദ്രോഹിച്ച കുറേ പേരുണ്ട്. അവരെ ഞാൻ അതായത് നമ്മൾ നന്നാവുന്നത് ഇഷ്ടപ്പെടാതെ നമ്മളെ മെൻ്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന, ചിലപ്പോൾ നമ്മൾ കാണാതിരിക്കുമ്പോൾ നമ്മളോട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ നേരിട്ട് കാണുന്ന സമയത്ത് ഒന്ന് മുഖം തന്ന് ചിരിക്കുക കൂടെ ചെയ്യാത്ത ആൾക്കാരുണ്ട്. എന്നാൽ നമ്മൾ കാണാമറിയത്തുള്ള സമയത്ത്, അതായത് ഇപ്പോൾ ദൂരെ നിൽക്കുന്ന സമയത്ത് നമ്മളോട് ഭയങ്കര സ്നേഹമായിട്ട് സംസാരിക്കുക, നമ്മൾ കാണാതിരിക്കുമ്പോൾ മിസ് ചെയ്യുന്നു എന്ന് പറയുക, അങ്ങനെയൊക്കെ പറയുന്ന നമ്മളുടെ റിലേറ്റീവ്സിൽ പലരും ചിലപ്പോൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മളെ കണ്ട ഭാവം അവർ കാണിക്കില്ല കേട്ടോ. നമുക്കത് ഭയങ്കരമായിട്ട് സങ്കടം വരുത്തുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് മുമ്പൊക്കെ ഭയങ്കര സങ്കടപ്പെട്ടിരുന്നുവെങ്കിലും പിന്നീട് അവരൊരിക്കലും നമ്മളുടെ നന്മ ആഗ്രഹിക്കുന്ന, നമ്മളുടെ നല്ല സുഹൃത്തുക്കളോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളോ അല്ല എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ ഞാൻ ചെയ്തത്, എൻ്റെ മൈൻഡിൽ ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഒളിച്ചോട്ടം തന്നെയാണ് കേട്ടോ നടത്തിയത്. കാരണം ഇത്തരം ആൾക്കാരെ നമുക്ക് ഫേസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരിക്കലും നമ്മൾ ഒളിച്ചോടരുത്. നമ്മൾ ആരെയും ഭയന്ന് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഒളിച്ചോടേണ്ട ആവശ്യമില്ല. ഇത് പറയുന്നത് മോശമായ രീതിയിലല്ല കേട്ടോ. നമ്മൾ അവരെ ഫേസ് ചെയ്യാതിരിക്കാനുള്ള സിറ്റുവേഷൻ ആയിരിക്കും ചിലപ്പോൾ നമുക്ക്. കാരണം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു മനസ്സ് വല്ലാതെ ദുഷിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവർ അത്തരം റിലേഷൻഷിപ്പ് കിട്ടിയിട്ടൊരു കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ നമ്മളുടെ സിസ്റ്ററുടെ സ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ സിസ്റ്ററുടെ സ്ഥാനം മീൻസ് നമുക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നവരായിരിക്കാം. നമ്മൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ ഒരു ബ്ലഡ് റിലേഷൻ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ സ്ഥാനം കൊണ്ട് അങ്ങനെയൊക്കെ കൊടുത്തവരായിരിക്കും. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവർ നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുമല്ലോ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് നമുക്ക് വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് കണക്കാക്കാം. കാരണം ഇത്തരം ആൾക്കാരെ നമ്മൾ മൈൻഡ് കൊണ്ട് എടുക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇവരിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാനൊന്നും പറ്റില്ല. നിൽക്കുക, അവരെ കാണുന്നുണ്ട്, ഇനി അവരോട് ഇടപെടേണ്ടി വന്നാൽ ഇടപെടുക. പക്ഷേ ഇതൊന്നും നമ്മളുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കാനുള്ള ഒരു പ്രാക്ടീസ് നടത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരാളുമായിട്ടുള്ള ബന്ധം നമ്മൾ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചാൽ നമ്മളെ ഉള്ളിൽ ആ ഒരു കരട് പോലെ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് വലിയ കാര്യമില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത്, ചിലപ്പം എൻ്റെ ഫാമിലിയിൽ നിന്ന് തീർച്ചയായിട്ടും സപ്പോർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ലയെന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളുടെ ദൂരെയുള്ള റിലേഷൻ ആയിക്കോട്ടെ, അടുത്തുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഒരുപാട് നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരും ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരവില്ലാത്ത കുറേ ചോദ്യങ്ങൾ വീണ്ടും മനസ്സിലേക്ക് വരും എന്നല്ല, അത് ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ മാറുക എന്നുള്ളത് മാത്രമാണ്. കാരണം നമ്മൾ ഒരു ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ തന്നെ നമ്മളോട് ശത്രുത കാണിക്കുന്ന ആൾക്കാരോട് നമ്മൾ എന്ത് പറയാനാണ്, അല്ലേ? എന്തിൻ്റെ പേരിലാണ് ആ ഒരു ദേഷ്യം എന്ന് പോലും ചോദിക്കുക എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം അത്ര ആൾക്കാരെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് നീക്കാനും എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. മീൻസ് കണ്ടാലേ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ വളർത്തിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ജീവിതത്തിൽ സന്തോഷം നിലനിർത്തണമെങ്കിൽ എന്തായാലും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ ശത്രുക്കളുണ്ടാവും, നമ്മളുടെ മിത്രങ്ങളുണ്ടാവും, നമ്മളെ മിത്രം ആയിട്ട് അഭിനയിച്ചിട്ട് നമ്മളെ കാല് വരുന്ന ടീംസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ നമുക്കിവിടെ സന്തോഷമായിട്ട് നിലനിന്ന് പോയേ പറ്റും. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചിലരെങ്കിലും നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എപ്പോഴും ഒന്നിൽ നിന്ന് ഒളിച്ചോടാതെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാഠം. നമ്മൾ ധൈര്യമായി നിന്ന് കഴിഞ്ഞാൽ ബാക്കിയൊക്കെയും പിന്നാലെ വന്നോളും എന്നുള്ളതാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യവും ഏറ്റവും വലിയ ലക്കി എന്ന് പറയുന്നതും. നമ്മളെ തളർത്താനും താറടിക്കാനും നമ്മളെ ഉപദേശത്തിൻ്റെ പേരിൽ നമ്മളെ ചൂഷണം ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ ഉൾക്കൊള്ളാനും തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ ഇതേ വഴിക്കിട്ട് അതുവഴി കളയാനും ഉള്ള ഒരു നമുക്ക് രണ്ട് ചെവിയുണ്ടല്ലോ, അതിൻ്റെ പർപ്പസ് കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലേ കേൾക്കുക, അതിലേ കളയുക, പ്രതികരിക്കേണ്ടടുത്ത ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുക. നമുക്ക് ആ പ്രതികരണം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കോളൂ, അതൊരു ആത്മാർത്ഥതയുള്ള റിലേഷൻഷിപ്പ് അല്ല. ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളിലാണെങ്കിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സങ്കടങ്ങളായാലും പരാതികളായാലും പരിഭവങ്ങളായാലും കേൾക്കാനുള്ളൊരു മനസ്സവർക്കുണ്ടാവും. ആ ഒരു ബന്ധം നിലനിർത്തണം എന്നുള്ളൊരു ചിന്തയും അവർക്കുണ്ടാവും. അങ്ങനെയില്ലാത്ത ബന്ധത്തെ നമ്മൾ എത്ര ചേർത്ത് പിടിച്ചാലും അത് നമ്മളിൽ നിന്ന് ദൂരേക്ക് പോവുക തന്നെ ചെയ്യും. ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. എതിരഭിപ്രായമുള്ളവർക്ക് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കാം. കാരണം എല്ലാവരുടെ അഭിപ്രായവും നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കുന്നുണ്ട്. പലതരത്തിൽ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും. പലരുടെ അനുഭവവും പലതരത്തിലായിരിക്കും. ഇതെൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്നിൽ നിന്ന് ഒളിച്ചോടാതിരിക്കുക, എല്ലാം നമ്മൾ നേരിട്ട് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനൊക്കെ നോക്കുക. കാരണം ലൈഫ് നമ്മളെ പല രീതിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന പല തരത്തിലേക്കായിരിക്കും, പല
തരത്തിലുള്ള ജീവിതമായിരിക്കും നമ്മൾ ചിലപ്പോൾ ജീവിക്കേണ്ടതായിട്ട് വരിക. അതിൽ സങ്കടങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും, ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായേക്കാം. എവിടെയും പതറിപ്പോവാതെ ചേർത്ത് പിടിക്കാൻ ഒരു കൈ ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ലക്കിയാണെന്ന് പറയും. ഈ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ലക്കിയാണ്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു ഹസ്ബൻഡ്, നല്ലൊരു പാർട്ട്ണർ എൻ്റെ കൂടെയുണ്ട്.